നമ്മൾ ഇപ്പൊ നിങ്ങൾ ഇതിന്റെ അകത്തൊരു പറഞ്ഞല്ലോ കലുഷിതമായി എന്നെല്ലാം പറഞ്ഞ് നിങ്ങളുടെ ഒരു ക്യാപ്ഷൻ. പക്ഷെ കലുഷിതമാണോ ഇത്? നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അന്ധമായ അടിമത്തമില്ലാത്ത ഒരു ജനാധിപത്യ സൗന്ദര്യമല്ലേ ഇപ്പോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? നമ്മളിപ്പോ ഒരു ശരിക്കും നമ്മളൊരു ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരു പ്രായപൂർത്തിയെങ്കിലും ആവണ്ടേ അവന്റെ ഒരു നിലപാടുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ? ഇതൊരു കുട്ടി നമ്മുടെ ഭൂമിയിലേക്ക് വന്നിട്ട് ഒരു 2 മാസം കുട്ടി കമഴ്ന്നു വീഴുകയും ചെയ്യില്ലേ പ്രജീഷ്? അല്ല, ഈ കമഴ്ന്ന് വീണില്ല നിങ്ങൾ എങ്ങനെയാ പറയാ? കാരണം സാധാരണഗതിയിലുള്ളേക്കാൾ ഏറ്റവും കൂടുതൽ ഒരു ഗവൺമെന്റ് വന്നിട്ട് എന്തെല്ലാം തലത്തിലെ കാര്യങ്ങളിലേക്ക് ഇടപെട്ട്, പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലേക്ക് പിന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണത്തിന്റെ കടിഞ്ഞാണെത്തിയ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ നശിപ്പിച്ച് കൊള്ളയടിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ പോയിട്ടുള്ളത്. പിന്നീട് പഞ്ചവത്സര പദ്ധതികളും കാര്യങ്ങളെല്ലാം ആയിട്ട് അത് റീസ്ട്രക്ചർ ചെയ്തെടുത്ത ഒരു അവസ്ഥയാണ് ഇപ്പം വി ഡി സതീശൻ ഗവൺമെന്റിനുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു തരിശു ഭൂമി പോലെ ആക്കിയിട്ടുള്ള ഒരു ഖജനാവിനെയും അതുപോലെയുള്ള അങ്ങനെ ഒരു റീസ്ട്രക്ചർ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കുമല്ലോ ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ആ സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത്. കോൺഗ്രസിന് അത്രയധികം സീറ്റിൽ ഒരു കാലത്തും അവകാശപ്പെടാനില്ലാത്ത അത്രയും സീറ്റിൽ അത്രയും ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിച്ചത്. എന്നിട്ട് എന്താണ് കാണിക്കുന്നതെന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ആ സൗന്ദര്യം. അത് ഈ വോട്ട് ചെയ്ത മനുഷ്യർക്ക്, ഇല്ലെങ്കിൽ ഈ പാർട്ടിയിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച മനുഷ്യർക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് ആ പാർട്ടിക്കുള്ളിലുള്ളവർക്ക് തന്നെ കാണാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് സീനിയർ നേതാക്കൾക്ക് ഒട്ടുമേ കാണാൻ സാധിക്കുന്നില്ല. അതല്ലേ യാഥാർത്ഥ്യം? അതിലെവിടെയാണ് സൗന്ദര്യം? അല്ല, ഇതിൽ സൗന്ദര്യം മാത്രമല്ല, ഇത് ആളുകൾ എന്നല്ല, നമ്മൾ കാണുന്ന ആളുകൾക്കെല്ലാം തന്നെ 10 വർഷമായിട്ട് ഇവിടെ തമ്പ്രാന്റെ മുന്നിൽ റാൻ മൂളി നിന്നിട്ടുള്ള SFIയെയും DYFIയെയും കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു പ്രദേശത്താണ് 10 വർഷമായിട്ട് കാണുന്നത്. അതാണ് അവിടെയാണ് ഞാൻ താങ്കൾ അതിലേക്ക് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഏറ്റവും അധികം പിണറായിയെ ഇത്രയധികം വിമർശിച്ച മറ്റൊരു പ്രതിപക്ഷ നേതാവോ ഇല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസ് നേതാവോ ഉണ്ടായിരുന്നില്ല. പിണറായിയുടെ ധാർഷ്ട്യം, പിണറായി മറ്റ് സംഘടനകളോട് കാണിക്കുന്നത്, പിണറായി പാർട്ടിയോട് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പിണറായിയെ 10 കൊല്ലവും, അത് പ്രതിപക്ഷ നേതാവായിരുന്ന 5 കൊല്ലം മാത്രമല്ല അതിന് മുമ്പത്തെ 5 കൊല്ലവും വിമർശിച്ചിരുന്ന ആളാണ്. എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്? എങ്ങനെയാണ് അദ്ദേഹം KSUവിന് മറുപടി നൽകിയത്? എങ്ങനെയാണ് അദ്ദേഹം ഇന്നലെ അലോഷ്യസ് സേവ്യറിനെ കണ്ടപ്പോൾ പെരുമാറിയത്? അപ്പൊ പിണറായി അങ്ങനെ വിമർശിച്ച ഒരാൾക്ക് ഇപ്പോൾ എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയായി വന്നു. അദ്ദേഹം നമ്മുടെ കരുത്തനായ നേതാവ്. അദ്ദേഹത്തിലുള്ള വിശ്വാസമാണ് അദ്ദേഹം പിന്നെ ഇത്ര കാലം കൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളും നിലപാടുകളെല്ലാം തന്നെ. വി ഡി സതീശൻ ഗവൺമെന്റ് വന്ന ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ വന്ന മാറ്റങ്ങൾ, കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും നമ്മളുടെ മുൻ ഗവൺമെന്റുകൾക്കെതിരെയുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച ആളാണ്. അത് കോൺഗ്രസിന് മാത്രമുള്ള ഒരു സൗകര്യമാണ്. നമ്മുടെ KSUവിന്റെ എത്ര കാലം, ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. KSU എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം, KSU പ്രസ്ഥാനം വന്നിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എത്ര ആളുകൾ, ഉന്നതരായ ആളുകൾ, നമ്മൾ ഒരു സുധീരൻ ശൈലി എന്ന ഒരു പേര് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം 1964 തൊട്ട് 66 വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീ AK ആന്റണി അദ്ദേഹം പ്രസിഡന്റായ സമയത്താണ് അണയാത്ത ദീപം, അതുപോലെ റേഷൻ പ്രതിസന്ധിക്കെതിരെയുള്ള സമരങ്ങളെല്ലാം സംഘടിപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിന്റെ കാര്യങ്ങൾ. അതുപോലെയുള്ള അതിനുശേഷം വന്നിട്ടുള്ളത് ആരാണ്? VM സുധീരൻ വന്നു. VM സുധീരൻ വന്നപ്പോൾ അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കരുണാകരനെതിരെ പോലീസിന്റെ നടപടിക്കെതിരെ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ അങ്ങനെ വന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് KSU. ആ KSUവിനെയാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും. ആ പ്രസിഡന്റിനെ ഒന്ന് കാണാൻ പോലും, മുഖം കൊടുക്കാൻ പോലും തയ്യാറാകാതെ തിരിച്ചു പോകുന്ന സമീപനം സ്വീകരിക്കുന്നത് വി ഡി സതീശനാണ്. ഇക്കണ്ട നേതാക്കൾക്ക്, വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള KSU വഴി കയറി വന്നിട്ടുള്ള ഒരു നേതാക്കൾക്കും താങ്കൾ പറഞ്ഞതുപോലെ അത് ചെയ്യാൻ സാധിക്കില്ല. മാത്രവുമല്ല, അങ്ങനെ പോഷക സംഘടനകളെ പിണക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് എന്നതുകൂടി അറിയേണ്ടതുണ്ട്.